അങ്ങനെ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വണ്ടി പിടിച്ചു വന്നത് ഇതിൽ കിടക്കണം മുതലാണ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രെയിൻ ജേർണി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്ര, ബെർണിന എക്സ്പ്രസ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രയാണ് ഇതെന്ന് പറയുമ്പോൾ അതിൽ അഡ്വഞ്ചർ യാത്രയും കൂടി കേട്ടോ. കാരണം 55 തുരങ്കങ്ങളും 160 പാലങ്ങളും കിടന്നിട്ടാണ് ഈ ട്രെയിൻ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എടുത്തത്. അതുകൊണ്ടാണ് ഇത് അഡ്വഞ്ചർ യാത്ര എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സീ ലെവലിൽ നിന്ന് ഏകദേശം 7500 അടി ഹൈറ്റിലോട്ടാണ് കയറുന്നത് ഈ ട്രെയിൻ. നമുക്കറിയാൻ പറ്റും ഇത് കുത്തനെയാണ് ഇത് കയറുന്നത്. പോകുന്ന ഓരോ സ്ഥലത്ത് നമുക്ക് കണ്ണടക്കാൻ പോലും തോന്നില്ല. അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതിന് ചുറ്റും കാണുന്നത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് തുടങ്ങി ആൽപ്സ് പർവ്വത നിരകളുടെ ഇടയിലൂടെ ഇറ്റലിയിലെ ടിരാനോയിലേക്കാണ് നമ്മുടെ ഈ ട്രെയിൻ പോകുന്നത്. In this adventure, dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. ഇവിടെ എത്തുമ്പോൾ നമുക്ക് എൻജിനീയറിങ്ങിൻ്റെ വലിയൊരു വിസ്മയം കാണാൻ പറ്റും. ഈ ട്രെയിൻ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഹൈറ്റിലുള്ള ഒരു ഡാമാണ് ഇത്. പക്ഷെ കോട ഫുള്ള് ഒന്നും കാണുന്നില്ല. കല്ലുകൾ പോലും പച്ചക്കളറാണ്. എന്ത് സൗന്ദര്യം കാണാൻ. അതെന്താ അറിയോ, മുല്ലപ്പൂമ്പൊടി ഏറ്റി കിടക്കും കല്ലിനുമുണ്ടാ സൗന്ദര്യം. ഇപ്പോഴും ഇങ്ങനെ ഹൈറ്റ് കയറിക്കൊണ്ടേയിരിക്കുക. നമ്മൾ നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനെ കുത്തനെ കയറുന്നത് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. വളയുമ്പോയിരിക്കും റോഡൊക്കെ താഴെ കാണും. നമ്മുടെ താമരശ്ശേരി ചുരം ഈ ട്രെയിൻ പോകുന്ന റൂട്ടുണ്ടല്ലോ, ഒരൊറ്റ ട്രാക്കേ ഉള്ളൂ. അതായത് അറ്റ് ദ സെയിം ടൈം ഒരു ട്രെയിൻ മാത്രമേ ഈ റൂട്ടിൽ കൂടെ പോകത്തുള്ളൂ. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ട്രെയിൻ യാത്രയാണ്. ഇതിൽ കൂടുതലും ടൂറിസ്റ്റുകൾ തന്നെ ഉണ്ടാവാം. ഇത് കണ്ടോ, നല്ല പനോരമിക് വ്യൂവിലാണ് ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ്. ഇതിന് പല കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. നമ്മൾ എടുത്തേക്കുന്നത് സെക്കൻഡ് ക്ലാസ് ആണ്. അതുകൊണ്ട് നമുക്ക് പനോരമിക് വ്യൂവിലുള്ള കമ്പാർട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയത്. കുറച്ചധികം എക്സ്പെൻസീവ് ആണ് ഈ ട്രെയിൻ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം. പക്ഷെ നമുക്കത് ഭയങ്കര വർത്താണ്, അടിപൊളിയാണ്. ഫ്രാൻസിനൊക്കെ
ഉദ്ദേശിച്ചത് സ്വിറ്റ്സർലാൻഡ് കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ്. പക്ഷെ ഭൂമിയിൽ സ്വർഗം എന്ന് ചുമ്മാ പറയണല്ലോ കേട്ടോ, സ്വർഗം തന്നെ. നമ്മുടെ സന്തോഷ് എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മുടെ സന്തോഷ് സാറ് പറയുന്ന പോലെ നമ്മുടെ സാമ്പത്തികവും സാഹചര്യവും അനുവദിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും സ്വിറ്റ്സർലൻഡ് വരണം. ഈ ഒരു പറയാനില്ല, ഭയങ്കര അടിപൊളി അടിപൊളി. നീണ്ട 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇറ്റലിയിൽ എത്തിയിരിക്കുകയാണ്. ഈ യാത്ര അവസാനിക്കാതെ കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ഇടയ്ക്ക് വെച്ചപ്പോഴോ ട്രെയിനൊന്ന് കംപ്ലൈൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം നിർത്തിയിട്ടിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ച ഒരു വളരെ മനോഹരമായ യാത്രയായിരുന്നു.